ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിൽ പൊലിഞ്ഞ 3 മക്കളുടെ ആഗ്രഹങ്ങളിലൂടെ സഞ്ചരിക്കുകയാണ് മാതാപിതാക്കളായ അനീഷും സൈനയും. ഉരുൾപൊട്ടലിൽ മരിച്ച സഹോദരങ്ങളായ നിവേദ്, ധ്യാൻ, ഇഷാൻ എന്നിവരെ സംസ്കരിച്ചതിനോട് ചേർന്നാണ് അനീഷും സൈനയും ക്രിസ്മസ് കാലത്തെ പുൽക്കൂട് ഒരുക്കിയത്. രണ്ടാമത്തെ മകൻ ധ്യാനിന്റെ പുൽക്കൂട് ഒരുക്കണമെന്ന ആഗ്രഹം നിറവേറ്റുകയായിരുന്നു ആ മാതാപിതാക്കൾ. ക്രിസ്മസ് കാലം ഇഷ്ടപ്പെട്ടിരുന്ന തങ്ങളുടെ കുട്ടികൾക്ക് ഇനി അങ്ങോട്ടും ഒരു കുറവും വരുത്തരുതെന്ന മാതാപിതാക്കളുടെ ആഗ്രഹമാണ് പുത്തുമലയിൽ നിന്നുള്ള ഈ കാഴ്ച. കഴിഞ്ഞ ക്രിസ്മസിന് ധ്യാൻ അച്ഛനോട് പറഞ്ഞിരുന്നു, അടുത്ത ക്രിസ്മസിന് പുൽക്കൂടും നക്ഷത്രങ്ങളുമെല്ലാം ഒരുക്കണമെന്ന്. ഇത്തവണ ക്രിസ്മസ് എത്തുന്നതിനു മുൻപേ ദുരന്തമെത്തി. അനീഷിന്റെയും സൈനയുടെയും 3 കുഞ്ഞുങ്ങളെയും ദുരന്തം കവർന്നെടുത്തു. അനീഷിന്റെ അമ്മ രാജമ്മയുടെ കൂടെയായിരുന്നു കുട്ടികൾ കിടന്നുറങ്ങിയത്. രാജമ്മയെയും ഉരുൾ കൊണ്ടുപോയി. അനീഷും സൈനയും എല്ലാ ദിവസവും ഇപ്പോൾ കുട്ടികളുടെയും അമ്മയുടെയും അടുത്തെത്തും. മിഠായിയും പൂക്കളും കൈമാറും. മരണത്തിന്റെ തലേന്ന് രാത്രിയും ഇളയ മകൻ ഇഷാനെ താലോലിച്ചുറക്കിയതാണ് സൈന. ഇനിയുള്ളത് ആ ഓർമ്മകൾ മാത്രമാണ്. എങ്കിലും കുട്ടികളുടെ ആഗ്രഹങ്ങളെയും സന്തോഷങ്ങളെയും കൂടെ കൊണ്ട് നടക്കുകയാണ്. അതുകൊണ്ടാണ് മരിച്ചവരുടെ ഭൂമിയിലും പ്രത്യാശയുടെ പ്രതീകമായ പുൽക്കൂടൊരുക്കിയത്. ക്രിസ്തുവിന്റെ പിറവിയുടെ ആനന്ദം ഇനി കുഞ്ഞു മക്കൾക്കരികിലും നിറഞ്ഞു നിൽക്കും. ചൂരൽമല മുണ്ടക്കൈ ദുരന്തമുണ്ടാക്കിയ നടുക്കം ഇപ്പോഴും വിട്ടുമാറാത്ത നിരവധി മനുഷ്യരുണ്ട് നമുക്ക് ചുറ്റും. പ്രിയപ്പെട്ടവർ അന്തി ഉറങ്ങുന്ന ഇവിടം ഇപ്പോഴും നൊമ്പരപ്പെടുത്തുന്ന കാഴ്ച തന്നെയാണ്. പുഞ്ചിരിക്കുന്ന മക്കളോട് ചേർത്ത് വെച്ചിട്ടുള്ള മിഠായിയും ക്രിസ്മസ് പുൽക്കൂടുമെല്ലാം അണയാത്ത വാത്സല്യത്തിന്റെ അവശേഷിപ്പായി ഇവിടെ മാറുകയാണ്. വീഡിയോ ജേർണലിസ്റ്റ് ഷഫീഖ് കരുളായിക്കൊപ്പം റിപ്പോർട്ടർ മുബഷിർ പി അക്ബർ ഇൻ റിപ്പോർട്ടർ വയനാട്.